ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു എയർപോഡ് പ്രോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ് പ്രോ. നല്ല ഡീസൻ്റ് ആയിട്ടൊരു കവറിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ആപ്പിളിൻ്റെ ലോഗോ ഇവിടെ ഉണ്ട്. ഫോക്കസ് ആവണമെന്ന് പറഞ്ഞിട്ട് എയർപോഡ് പ്രോ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നല്ല ഡീസൻറ്റ് പാക്കിങ്ങിലാണ് വരുന്നത്. അത് തുറക്കാം. ഇവിടെ ബോക്സ്, ഇതിൽ കുറച്ച് പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു എയർപോഡ് പ്രോ എന്നൊക്കെ എഴുതിയൊരു നല്ലൊരു പാക്കേജാണ് വരുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടെ എയർപോഡ് ഇരിപ്പുണ്ട്. നമുക്കത് എടുക്കാം. നല്ലൊരു നന്നായിട്ട് റാപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത് നല്ല പാക്കിങ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ചാർജിങ് കേബിൾ നമുക്ക് പൊളിച്ചു നോക്കാം. ഒരു സൈഡ് ലൈറ്റ്നിങ് കേബിളും അടുത്തതിൻ്റെ ടൈപ്പ് സിയും ആണ് വരുന്നത്. ഇപ്പം ഏകദേശം എല്ലാ ഫോണുകളിലും ചാർജിങ് ടൈപ്പ് സിയിലോട്ട് മാറി കഴിഞ്ഞു. അപ്പോൾ ഇതിലും ഇങ്ങനെയുള്ള ചാർജിങ്ങാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് അഡീഷണലായിട്ട് എയർബഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പാക്കേജ് ഇവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ എയർപോഡ് പൊളിച്ചു നോക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലോസി വൈറ്റ് ഒക്കെ കളറിലാണ് വരുന്നത്. അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ USA എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. പെയറിംഗ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് എൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ എയർബഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അതിലും എഴുതിയിട്ടുണ്ട്, സീരിയൽ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയർപോഡ് നമുക്ക് ആൻഡ്രോയിഡിലും iOSലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വയർലെസ് ചാർജിങ് കേസാണിത്. അപ്പോൾ നമുക്കിത് ആൻഡ്രോയിഡ് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം നമ്മുടെ എയർപോഡ് പ്രോ ഓപ്പൺ ചെയ്യുക. ശേഷം ഇതിൻ്റെ ബാക്കിൽ ഒരു പെയറിംഗ് ബട്ടൺ തന്നിട്ടുണ്ട്. ചെറിയൊരു ബട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്കിവിടെ എയർപോഡ് പ്രോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പെയറിംഗ് ഓപ്ഷൻ ഉണ്ട്, പെയർ കൊടുക്കുക. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് ആക്റ്റീവാണ്. പിന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ക്ലോസ് ചെയ്താൽ മാത്രം മതി, താനേ ഡിസ്കണക്റ്റ് ആയിക്കൊള്ളും. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് യൂസ് ചെയ്യണം. നമ്മൾ എടുക്കുമ്പോൾ തന്നെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് കണക്റ്റ് ആവുകയും ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എയർപോഡ് പ്രോ മൊബൈലിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ എയർപോഡ് രണ്ടും ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇതിലൂടെ ഉള്ള സൗണ്ട് ആയിരിക്കും. നമുക്ക് കോൾ ചെയ്യുമ്പോഴൊക്കെ ഇത്രയും സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും ചിലപ്പം കിട്ടുന്നത്. ഇതൊരു ക്ലോൺ പ്രോഡക്റ്റാണ്. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മാസ്റ്റർ എന്ന് പറയാം, അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോഡ് പ്രോ ക്ലോൺ വെർഷൻ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളിപ്പം കേട്ട് കാണും. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വാങ്ങാനുള്ള കോൺടാക്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഒരു പാവങ്ങളുടെ എയർപോഡ് എന്നൊക്കെ പറയാൻ കണക്കിനുള്ള ഒരു ചെറിയൊരു സാധനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.